നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പനി ജലദോഷമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പലരും ചെയ്യുന്നൊരു കാര്യമാണ് ആവി പിടിക്കൽ. പക്ഷേ ആവി പിടിക്കൽ ഒരു മരണത്തിലേക്ക് നയിച്ചിരിക്കുകയാണ്. തൃശ്ശൂരാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. നടക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആവി പിടിക്കുന്നതിനിടെ തിളച്ച വെള്ളം ശരീരത്തിൽ വീണ് 14 വയസ്സുകാരൻ്റെ ദാരുണാന്ത്യം. നെല്ലാനി സ്വദേശി ഏഞ്ചലോ ആണ് മരിച്ചത്. കളപ്പുരയ്ക്കൽ മെജോയുടെ മകനാണ് മരിച്ച ഏഞ്ചലോയ്ക്ക് പനിയും ജലദോഷവും ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അതിനാൽ പാത്രത്തിൽ തിളച്ച വെള്ളം നിറച്ച് പുതപ്പ് മൂടി ആവി പിടിക്കുകയായിരുന്നു ഏഞ്ചലോ. ഇതിനിടെ പാത്രം വീണ് പൊള്ളലേൽക്കുകയായിരുന്നു. സംഭവം നടക്കുമ്പോൾ അച്ഛനും മുത്തശ്ശിയും വീടിന് സമീപത്തായിരുന്നു. എന്തായാലും വലിയൊരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു 14 വയസ്സുകാരന് ഇത്തരത്തിൽ ആവി പിടിക്കുന്നതിനിടെ ദാരുണാന്ത്യം സംഭവിച്ചു. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആവി പിടിക്കുമ്പോൾ മുതിർന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വലിയ രീതിയിൽ അവരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. മുതിർന്നവരൊക്കെ ആവി പിടിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രമേ, ഇത് നമുക്കറിയാവുന്നതുപോലെ തന്നെ ആവിയാണ് വലിയൊരു അപകടമാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നതെന്ന ബോധ്യം നമുക്കുണ്ടാകും. അത്തരത്തിൽ വളരെ സൂക്ഷ്മതയോടെയായിരിക്കും പലരും മുതിർന്നവരൊക്കെ ആവി പിടിക്കുക. പക്ഷെ കുട്ടികളെ സംബന്ധിച്ച് അവർ അത്തരത്തിൽ ഒരു കെയർ കൊടുക്കണമെന്നുണ്ടാകില്ല. എന്തായാലും ഇവിടെ അതാണ് സംഭവിച്ചെന്നാണ് കരുതുന്നത്. എന്തായാലും ഒരു 14 വയസ്സുകാരന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുകയാണ് ആവി പിടിക്കുന്നതിനിടെ. വളരെ വലിയ ദുഃഖമാണ് ആ വീട്ടുകാർക്കൊക്കെ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, പനി, ജലദോഷം, ചുമ തുടങ്ങി എന്ത് പ്രശ്നം വന്നാലും ആദ്യം ആവി പിടിക്കുകയാണ് പലരുടെയും സ്വഭാവം. ആവി പിടിക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ദേഹത്ത് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുക എന്നതാണ്. അതിലുപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആവി പിടിക്കുന്ന മെഷീനിൽ നിന്നോ അല്ലെങ്കിൽ അടുപ്പിൽ വെള്ളം വെച്ച് തിളപ്പിച്ചോ ആണ് പലരും ആവി പിടിക്കാറ്. ആവി പിടിക്കുന്നത് രോഗത്തിൽ നിന്ന് പൂർണ്ണമുക്തി നൽകിയില്ലെങ്കിലും ചെറിയൊരു ആശ്വാസം കിട്ടാൻ സഹായിക്കും. നനവുള്ളതും ചൂടുള്ളതുമായ നീരാവി ശ്വസിക്കുന്നതിൻ്റെ പ്രധാന ഗുണം നാസികദ്വാരം തുറക്കാൻ സഹായിക്കും. മാത്രമല്ല, വീർത്ത രക്തക്കുഴലുകളുടെ അസ്വസ്ഥത അകറ്റുവാനും ആവി പിടിക്കുന്നത് നല്ലതാണ്. ഈ നീരാവി കഫത്തെ നേർത്തതാക്കാൻ സഹായിക്കും. കുറച്ച് സമയത്തേക്കെങ്കിലും ചെറിയൊരു ആശ്വാസം നൽകാൻ ആവി പിടിക്കുന്നത് നല്ലതാണ്. പക്ഷേ ആവി പിടിക്കുമ്പോൾ അറിയാതെ ചെയ്യുന്ന 3 തെറ്റുകൾ, എന്തൊക്കെയാണ് തെറ്റുകളെന്ന് നോക്കാം. ദീർഘനേരം ആവി പിടിക്കരുത്. 15 മിനിറ്റിൽ കൂടുതൽ നേരം ആവി പിടിക്കരുതെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. ദീർഘനേരം ആവി പിടിക്കുന്നത് മൂക്കിനുള്ളിലെ രോമകൂപങ്ങളെ നശിപ്പിക്കാൻ കാരണമാകും. പൊടിയും ബാക്ടീരിയയും ഒക്കെ ശ്വാസകോശത്തിലേക്ക് പോകാതിരിക്കാൻ സഹായിക്കുന്നതാണ് ഈ രോമകൂപങ്ങൾ. ദീർഘനേരം ആവി പിടിക്കുന്നത് ഈ രോമകൂപങ്ങളെ നശിപ്പിക്കുകയും ശ്വാസകോശത്തിലേക്ക് പൊടിയും മറ്റും കയറി പോകാനും കാരണമാകും. മരുന്നുകൾ ഉപയോഗിക്കരുത്. ആവി പിടിക്കാൻ പലതരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കണം. കാരണം ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നത് പലതരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നു. സൈനസ് പ്രശ്നം കാരണം കഫം ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വെറും വെള്ളത്തിൽ ആവി പിടിക്കുന്നത് തന്നെയാണ് നല്ലത്. കുട്ടികളെ ശ്രദ്ധിക്കണം. ഒരിക്കലും കുട്ടികളെ ഒറ്റയ്ക്ക് ആവി പിടിക്കാൻ അനുവദിക്കരുത്. പൊള്ളലുകൾ ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. ചൂടുവെള്ളം വീണ് പൊള്ളുന്നതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ പൊള്ളുന്നത് ഒരു പക്ഷേ ആവി തട്ടുമ്പോഴായിരിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികൾ ആവി പിടിക്കുമ്പോൾ മാതാപിതാക്കൾ കൂടെ ഇരിക്കാൻ ശ്രമിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളൊക്കെ ഡോക്ടർമാർ അടക്കം നൽകുന്നുണ്ട്. എന്തായാലും അസ്വാഭാവികമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ആവി പിടിക്കുന്നതിനിടയിൽ ഒരു 14 വയസ്സുകാരന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. നടക്കുന്ന സംഭവമാണ്. ഇനി ആവി പിടിക്കുമ്പോൾ നമ്മൾ, പ്രത്യേകിച്ച് കുട്ടികൾ ആവി പിടിക്കുമ്പോൾ മുതിർന്നവരൊക്കെ കുറച്ചുകൂടി ഒന്ന് സൂക്ഷിക്കുക. പ്രേക്ഷകരെ, ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ സംഭവിച്ച സെമിത്തേരിയിൽ ഒരു പായയിൽ പൊതിഞ്ഞ രീതിയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവം. ഈ സംഭവത്തിൽ ദുരൂഹത ആദ്യം ഉണരുന്നു, പിന്നീട് ദുരൂഹത ഇല്ല എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. പക്ഷേ ദുരൂഹതയുണ്ട് എന്ന് കാട്ടി ഒരു കൂട്ടം വ്യക്തികൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താണ് പരാതി, എന്താണ് ഈ സംഭവത്തെ സംബന്ധിച്ചുള്ള പുതിയ വിവരങ്ങൾ എന്നത് അടക്കമുള്ളത് നമുക്ക് വിശദമായി നോക്കാം. നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ഒരു പള്ളിയിലെ സെമിത്തേരിയിൽ പൊതുകല്ലറയിൽ പായയിൽ പൊതിഞ്ഞ നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തിയ സംഭവം. ആദ്യമൊക്കെ ദുരൂഹതയുണ്ടായിരുന്നു. പിന്നീട് അത് പള്ളിക്കാർക്ക് സംഭവിച്ചൊരു അബദ്ധമാണ്, നമ്പർ മാറിയതാണ് എന്നതടക്കമുള്ള വിശദീകരണം വന്നു. ഇപ്പോൾ ഇതാ മറ്റൊരു നിർണായക വിവരവും കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയാണ്. കണ്ണൂർ പള്ളി സെമിത്തേരിയിലെ പൊതുകല്ലറയിൽ പായയിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാണിയപ്പാറത്തട്ട് ഉണ്ണിമിശിക പള്ളി സെമിത്തേരിയിലെ പൊതുകല്ലറയിലാണ് പായയിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ഈ സംഭവത്തിൽ
ഒരു സംശയം ഉന്നയിച്ച് ബന്ധുക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ്. വിലങ്ങാട് വാളൂക്കിന് സമീപം സിജോ എന്ന വ്യക്തി, ആ വ്യക്തിയുടെ തിരോധാനവുമായി ഇതിന് ബന്ധമുണ്ടോ എന്ന ചോദ്യമാണ്, എന്ന സംശയമാണ് ബന്ധുക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. സിജോയുടെ മൃതദേഹമാണോ ഇതെന്ന സംശയമാണ് ബന്ധുക്കൾ പ്രകടിപ്പിച്ചത്. 2014 സിജോയെ കാണാതായി. സിജോയുടെ തിരോധാനം സംബന്ധിച്ച് ബന്ധുക്കൾ 7 വർഷം കഴിഞ്ഞ് കുറ്റ്യാടി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. വാണിയംപാറയിൽ നിന്നായിരുന്നു സിജോ വിവാഹം കഴിച്ചത്. സ്വാഭാവികമായും ചോദ്യമുണ്ടാകും, എന്തുകൊണ്ട് ഇത്രയും കാലം 2014 കാണാതായതാണ്, അപ്പോൾ എന്തുകൊണ്ട് പരാതി നൽകാൻ വൈകി എന്നതടക്കമുള്ള ചോദ്യമുണ്ടാകും. പരാതി വൈകിയതിന് കാരണം എന്താണെന്ന് ഇരു വീട്ടുകാരും വിശദീകരണം നൽകുന്നുണ്ട്. സിജോ ഭാര്യ വീട്ടിലാണെന്ന് വിലങ്ങാട്ടെ വീട്ടുകാരും വിലങ്ങാടാണെന്ന് ഭാര്യ വീട്ടുകാരും കരുതി, അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പരാതി നൽകാൻ വൈകുകയും ചെയ്തു. കടയിൽ പോയി വരാമെന്ന് പറഞ്ഞാണ് സിജോ വീട്ടിൽ നിന്ന് തിരിച്ചത്. പക്ഷെ തിരിച്ചെത്തിയിട്ടില്ല. 2021 ഭാര്യ നിഖില ഇത് സംബന്ധിച്ച് മൊഴി നൽകുകയും ചെയ്തു. സിജോയെ തേടി വാളൂക്കിലെത്തിയപ്പോഴാണ് അവിടെ ഇല്ലെന്ന കാര്യം അറിയുന്നത്. 2021 ഒക്ടോബർ 11 സിജോയുടെ തിരോധാനം സംബന്ധിച്ചുള്ള വാർത്തകളും മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. സിജോയുടെ അമ്മ ത്രേസ്യാമ്മയുടെ പരാതിയിൽ കുറ്റ്യാടി പോലീസ് കേസെടുക്കുകയും ചെയ്തു. പക്ഷേ അന്വേഷണ പുരോഗതിയില്ലായിരുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം കല്ലറയിൽ പായയിൽ പൊതിഞ്ഞ നിലയിലെ വസ്തു കണ്ടെത്തിയിരിക്കുന്നത്. DNA ടെസ്റ്റ് നടത്താനുള്ള ക്രമീകരണങ്ങളാണ് പോലീസ്. നിലവിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് സിജോയുടെ വീട്ടുകാർ പോലീസിനും ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർക്കും പരാതി നൽകിയിട്ടുണ്ട്. 13-ാം തീയതി സെമിത്തേരിയിലെ 38-ാം നമ്പർ കല്ലറ തുറന്നപ്പോഴാണ് പായയിൽ പൊതിഞ്ഞ നിലയിലുള്ള വസ്തു കണ്ടെത്തിയത്. പള്ളി അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി കല്ലറ അടച്ച് സെമിത്തേരി പൂട്ടി. പിന്നീട് പോലീസ് വ്യക്തമാക്കിയത് ഈ സംഭവത്തിൽ ദുരൂഹത ഇല്ല എന്നാണ്. സെമിത്തേരി നവീകരണത്തിന്റെ ഭാഗമായി കല്ലറയുടെ നമ്പറുകൾ മാറി. ഇതാണ് ഇത്തരത്തിലൊരു ആശയക്കുഴപ്പത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. 2006-ലും 2015-ലും കല്ലറയിൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്നു. ഇതിൽ 2015-ൽ സംസ്കരിച്ച മൃതദേഹമാകാം കണ്ടതെന്നായിരുന്നു പോലീസ് എത്തിയ നിഗമനം. 2015-ലെ സംസ്കാര ചടങ്ങിന്റെ ചിത്രങ്ങളും പോലീസ് വിശദമായി പരിശോധിക്കുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതദേഹം പായയിൽ പൊതിഞ്ഞിരുന്നതായി കണ്ടെത്തി. സംഭവത്തിൽ 2015-ൽ സംസ്കരിച്ച ആളുടെ കുടുംബാംഗങ്ങളുടെ മൊഴിയടക്കം രേഖപ്പെടുത്തുക എന്നൊരു നീക്കവും കൂടി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നിലവിൽ കല്ലറ തുറക്കേണ്ട സാഹചര്യമില്ലെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ 13-ാം തീയതിയാണ് മൃതദേഹം സംസ്കരിക്കാൻ കല്ലറ തുറന്നത്. കല്ലറ തുറന്നപ്പോൾ പെട്ടിയിൽ അടക്കം ചെയ്ത മൃതദേഹത്തിനൊപ്പമാണ് പ്ലാസ്റ്റിക് പായയിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹമെന്ന് തോന്നിക്കുന്ന മറ്റൊരു വസ്തു കണ്ടെത്തിയത്. ഇത് സംശയങ്ങളിലേക്ക് നയിക്കുകയായിരുന്നു. പള്ളി വികാരി പോലീസിൽ വിവരമറിയിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സെമിത്തേരിയിൽ പരിശോധന നടത്തിയ പോലീസ് കല്ലറ സീൽ ചെയ്തു. ഇതിനിടെ കല്ലറയിലെ ദുരൂഹത പ്രദേശവാസി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഇതോടെ സംഭവം വലിയ രീതിയിൽ വിവാദമാവുകയായിരുന്നു. ക്രിസ്ത്യൻ ആചാരപ്രകാരം ഇങ്ങനെ അടക്കം ചെയ്യില്ലെന്നും ദുരൂഹതയുണ്ടെന്നും നാട്ടുകാരൻ ജിൽസ് ഉണ്ണിമാക്കൽ പറഞ്ഞു. സംശയം തോന്നിയതോടെ പള്ളിയിൽ നിന്ന് പോലീസിനെ വിവരം അറിയിച്ചുവെന്ന് വികാരി ഫാദർ ജിൽബർട്ട് കൊന്നയിൽ വ്യക്തമാക്കി. കരിക്കോട്ടക്കരി പോലീസാണ് സംഭവത്തിൽ അന്വേഷണം നടത്തിയത്. മറ്റൊരു മൃതദേഹം സംസ്കരിക്കുന്നതിനായി പള്ളിയിലെ കല്ലറ തുറന്നപ്പോഴാണ് ദുരൂഹ സാഹചര്യത്തിൽ വേറൊരു മൃതദേഹം കൂടി കണ്ടെത്തിയത്. തുടർന്ന് പള്ളി അധികൃതർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയ പോലീസ് കല്ലറ വീണ്ടും അടച്ച് സെമിത്തേരി പൂട്ടി. സ്ഥലത്തില്ലായിരുന്ന ഇടവക വികാരി ഫാദർ ജിൽബർട്ട് കൊന്നയിൽ എത്തിയ ശേഷം പള്ളിയിലെ മരണ രജിസ്റ്ററുകൾ പരിശോധിക്കുകയും ചെയ്തു.